ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ട ആദ്യത്തെ കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റിയായിരുന്നു. 1977 ഡിസംബറിൽ ജനതാ ഗവൺമെൻറ്റാണ് ഈ കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. 1978 ഓഗസ്റ്റിൽ റിപ്പോർട്ട് സമർപ്പിച്ച ഈ കമ്മിറ്റിയിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു, EMS നമ്പൂതിരിപ്പാട്. ഈ റിപ്പോർട്ടിലെ വ്യവസ്ഥകളോട് വിയോജിച്ചുകൊണ്ട് കത്തെഴുതിയത് EMS ആണ്. ദ്വിതല പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ് അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തത്. ജില്ലാ തലത്തിൽ ജില്ലാ പരിഷത്തും അതിന് താഴെ മണ്ഡൽ പഞ്ചായത്തുകളും രൂപീകരിക്കുവാനാണ് ഈ കമ്മിറ്റി ശുപാർശ ചെയ്തത്. 15,000 മുതൽ 20,000 വരെ ജനസംഖ്യയുള്ള ഗ്രാമങ്ങൾ ചേർത്ത് മണ്ഡൽ പഞ്ചായത്തുകൾ രൂപീകരിക്കണം. സംസ്ഥാനങ്ങളുടെ മേൽനോട്ടത്തിൽ അധികാര വികേന്ദ്രീകരണത്തിന്റെ ആദ്യപടി ജില്ലാ പഞ്ചായത്തുകൾ ആയിരിക്കണം. ജില്ലാതല ആസൂത്രണത്തിന്റെയും നിർവഹണത്തിന്റെയും ഉത്തരവാദിത്തം ജില്ലാ പരിഷത്തിനായിരിക്കണം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഔദ്യോഗികമായ പങ്കാളിത്തം ഉണ്ടാവണം. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് സ്വന്തമായ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാനും നികുതി പിരിക്കുവാനുമുള്ള അവകാശം നൽകണമെന്ന് അശോക് മേത്ത കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. ന്യായ പഞ്ചായത്തുകളെ മറ്റ് പഞ്ചായത്ത് സമിതികളിൽ നിന്ന് ഒഴിവാക്കണം. മാത്രവുമല്ല, ന്യായ പഞ്ചായത്തുകളുടെ അധ്യക്ഷന്മാരാകേണ്ടത് നിയമത്തിൽ പരിജ്ഞാനമുള്ള വ്യക്തിയാകണമെന്നും അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തു. പഞ്ചായത്ത് രാജ് മന്ത്രി, ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്നിവരെ നിയമിക്കുവാനും ഈ കമ്മിറ്റി ശുപാർശ നൽകി. അശോക് മേത്ത കമ്മിറ്റിയെ നിയമിച്ച ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് മാറിയതോടെ ഈ കമ്മിറ്റിയുടെ പല നിർദ്ദേശങ്ങളും നടപ്പിലാക്കാതെ പോയി.